റാങ്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്നല്ല രണ്ടല്ല 3 V-ബാഡ് ജിന്മയി മാച്ച് കേസ്. അപ്പോൾ എന്നാൽ V-ബാഡിനെ കൊല്ലാൻ പറ്റുന്ന സെറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചുമ്മാ ഓടിയാണെങ്കിൽ നോക്കാനും കേസ് ദേ ആമൂൻ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ദേ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവനെ ഞാൻ കാണിച്ചിരുന്നത് ദേ ഇതാണ് കേസ്. അപ്പോൾ എന്നാൽ കൊല്ലാൻ പറ്റും നോക്കാം. നമ്മളിത് കളി തുടങ്ങിയപ്പോൾ തന്നെ പീക്ക് വന്നിറങ്ങിയപ്പോൾ ദേ ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു. അപ്പം അവനെ അടിച്ചിടാൻ പറ്റും നോക്കി ചാടി ഓടിച്ചപ്പോൾ അവൻ ഓസ്കാർ ഇട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ആമ കൊടുത്തു. അപ്പോൾ എന്നാൽ നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ സപ്പോർട്ട് നമ്മുടെ ടീമേറ്റ് അത് എടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് പീക്കിൻ്റെ അകത്തോട്ട് പോകാമെന്ന് വെച്ചിരിക്കണം. അപ്പോൾ അകത്തോട്ട് വന്നപ്പോൾ നോക്കാനാണെങ്കിൽ അവന്മാർ അവിടെ ഉണ്ട് കേസ്. അപ്പോൾ V-ബാഡ്ജ് ഒക്കെ നോക്കാനും ദേ V-ബാഡ്ജ് പോകണം. അപ്പോൾ അവൻ്റെ കുറച്ച് ഡാമേജ് കൊടുത്ത് നോക്കാനും V-ബാഡ്ജിൻ്റെ ടീമേറ്റ് നമ്മളെ പുറകിൽ നിന്ന് അടിച്ച് കൊണ്ടിട്ടുണ്ട്. എന്ത് അവസ്ഥയാണ് നമുക്ക് നോക്കാം V-ബാഡ്ജ് ആണോ. അങ്ങനെ സ്പെക്ക് തുറന്നപ്പോൾ ഗീസ് നോക്കാനും 3 V-ബാഡ്ജ് ഒരു ടീമിൽ ഒന്നും പറയാനില്ല ഗീസ്. അപ്പോൾ എന്നാൽ നോക്കാനും V-ബാഡ്ജിനെ അടിക്കാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഗീസ്. അപ്പോൾ ഇതുവരെ ഷോർട്സിലേക്ക് ലൈക്ക് ചാനൽ അപ്ലോഡ് ചെയ്തു സുഖമായിട്ട് കണ്ടൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ എന്നാൽ പറഞ്ഞിറങ്ങിയപ്പോൾ നമ്മളങ്ങനെ പ്ലക്കപ്പെട്ടിട്ടുണ്ട് ഗീസ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് വീണ്ടും പറഞ്ഞിറങ്ങിയപ്പോൾ വീണ്ടും നമ്മളങ്ങനെ മരിച്ചിട്ടുണ്ട്. എന്ത് അവസ്ഥയൊക്കെയാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ടീമിനെ പൊക്കാൻ വേണ്ടി സോണിനകത്ത് നേരെ പൊക്കാൻ വേണ്ടി ചാടിയപ്പോൾ നമ്മളെ വീണ്ടും അങ്ങനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ കളി എന്നാൽ ഇവിടം വെച്ച് അങ്ങ് അവസാനിച്ചിട്ടുണ്ട്. അവന്മാർ നമ്മളെ അങ്ങ് കൊല്ലുകയും ചെയ്തു. V-ബാഡ്ജും ചത്താരെന്ന് തോന്നുന്നു. അപ്പോൾ എന്നാൽ 3+ എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റാ ബേബി.